ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു കേക്ക് പോലത്തെ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മക്കളെ പറ്റിക്കാൻ പറ്റും. നല്ല കേക്കിൻ്റെ രൂപത്തിലുള്ള ഒരു ഐറ്റംസാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനൊരു ജാറിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് റവയാണ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന വലിയ ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 പഴമാണ് വേണ്ടത്. അപ്പോൾ ആ പഴത്തിനെ അതുപോലെ കഷ്ണാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, പഴത്തിലൊക്കെ മധുരം അത്യാവശ്യം ഉണ്ടാകും. അപ്പോൾ അത് കാരണം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരച്ചിട്ട് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണാനില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അരച്ച് വന്നിട്ടുണ്ട്. അരച്ചതിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്താണ്, സോഡാപ്പൊടി. അപ്പോൾ സോഡാപ്പൊടി ഇട്ട് കൊടുത്താലാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒന്നിങ്ങനെ പൊന്തിയിട്ട് നല്ലൊരു ഉള്ളൊക്കെ ഒരു സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് നന്നായി ആ സോഡാപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആഗോളം നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മളൊരു ടിഫിൻ ബോക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തെടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യാട്ടം തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ തേച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മളിത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3/4 ഭാഗമായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 മുന്തിരി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഒരു 20 മിനിറ്റോളം അവിടെ കിടന്ന് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇടയിലൊന്ന് അങ്ങോട്ട് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊള്ളിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കണം. അപ്പോൾ ഞാനിവിടെ കുത്തി നോക്കിയത് ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ ഉണ്ട് ആ സ്പൂണിൻ്റെ അറ്റം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, 2 ഇതായിട്ട് ആ പാട് അവിടെ കാണുന്നുണ്ട്. ഇത് കണ്ടില്ലേ, വെന്തപ്പോൾ നല്ല ടേസ്റ്റുള്ള, നല്ല സോഫ്റ്റുള്ള, നല്ലൊരു കേക്കിൻ്റെ അതേ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.